ഗായ്സ്, ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ആദ്യം തന്നെ അതിൽ അവർ കൊടുത്തിട്ടുള്ളത് 2 ഗ്ലൂ ആണ്. ഒന്ന് ക്ലിയർ ഗ്ലൂവും ഒന്ന് നോർമൽ ഗ്ലൂ ആണ് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെയെന്ന് പറയുന്നത് ട്രയാങ്കിളിലെയും സ്ക്വയറിലെയും സർക്കിളിലെയും ഒരു പിരമിഡ് പോയിരിക്കുന്ന ഐറ്റാണ്. ഇതൊക്കെ പാർട്ട് 2-ൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും, പേര് സഹിതം. പിന്നെയെന്ന് പറയുന്നത് അവർ ഇതിൽ കൊടുത്തിട്ടുള്ളത് 2 പേപ്പേഴ്സ് ഉണ്ട്. ഒന്ന് തിക്നെസ് ഉള്ളത്, ഭയങ്കര തിക്നെസ് ആയിട്ടുള്ളതും, പിന്നെ ഒന്ന് നോർമൽ തിക്നെസ്സിലുള്ളതുമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെയെന്ന് പറയുന്നത് അവർ റിബൺ കൊടുത്തിട്ടുണ്ട്. അത് വൈറ്റ് കളറിലെ റിബണാണ്. അത് നമുക്കിങ്ങനെ ഓരോന്ന് ടാഗൊക്കെ ചെയ്ത് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെയെന്ന് പറയുന്നത് എന്താ 2 കളർ വരുന്ന പോലത്തെ 2 ഒരേ കളറിലുള്ള കുറച്ച് ഷീറ്റ്സ് പോലത്തെ പേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കളേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് യെല്ലോ കളറിലേതുണ്ട്, റെഡ് കളറിലേതുണ്ട്, പർപ്പിൾ കളറിലേതുണ്ട്, ഗ്രീൻ കളറിലേതുണ്ട്, പിന്നെ നമ്മുടെ ഒരു ഓറഞ്ച് ഒരു ഷെയ്ഡ് വരുന്ന ഒരു കളറിലേതുണ്ട്. അങ്ങനത്തെ പല പല കളേഴ്സിലുള്ളതുണ്ട്. പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ അത് ഏത് കളേഴ്സാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ഓർഡർ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഒരു സെറ്റാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെന്ന് പറഞ്ഞൊരു ട്വീസറാണ്. ട്വീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എൽ ഷേപ്പിലുള്ള ഒരു ട്വീസറാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കിങ്ങനെ സ്റ്റിക്കറൊക്കെ എടുക്കാൻ പറ്റുന്ന പോലത്തെ. ഇതെന്ന് പറയുന്ന ഒരു പ്ലേറ്റ് പോലത്തെ ഒരു ഐറ്റം. അതിൽ പശ ഒഴിച്ചിട്ട് നമുക്കിങ്ങനെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള. ഇതെന്ന് പറയുന്നത് നമ്മുടെ പിൻസില്ലേ, മുട്ടുസൂചി, അതാണ് കേട്ടോ. അത് നമുക്കിങ്ങനെ പിൻ ചെയ്തൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യും. എന്ന് പറഞ്ഞൊരു മനുഷ്യൻ്റെ കൂട്ടൊക്കെ ഇരിക്കുന്ന ഒരു ഐറ്റം. അതിൻ്റെ ഉള്ളിലൊരു ഹോളുണ്ട്. ആ ഹോളിൽ കൂടെ കയറ്റിയിട്ട് അതിലിങ്ങനെ റൗണ്ട് ചെയ്യുമ്പോൾ അത് റൗണ്ടിൽ കിട്ടും. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഐറ്റമാണിത്. കൈ കൊണ്ട് യൂസ് ചെയ്തൊരു ഐറ്റം. പിന്നെ ഇതെന്ന് പറയുന്നത് ഈ ഒരു ടോപ്പിൽ കാണുന്ന ഈ ഒരു ഭാഗം പിടിച്ചിട്ട് വരയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് ആണി പോലത്തെ ഐറ്റംസ് കിട്ടും. അത് ആ ഹോളിലോട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വെച്ചിട്ട് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇതെന്ന് പറയുന്നൊരു ബീഡ്സ് പോലത്തെ ഒരു ഐറ്റമാണ്. അതിൻ്റെ മുത്ത് പോലത്തെ സ്റ്റിക്കേഴ്സാണ്. അതിങ്ങനെ നല്ല സ്റ്റിക്കി ആയിട്ടുള്ള നല്ല സ്റ്റിക്കേഴ്സാട്ടോ. ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല എപ്പോഴും തിളങ്ങിക്കൊണ്ടേയിരിക്കുന്ന ഒരു സ്റ്റിക്കറാണ്. പിന്നെയെന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഇതിലോട്ട് നമ്മളുടെ പേപ്പേഴ്സ് വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ. നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. പൂവൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരിക്കും. ഇതെന്ന് പറയുന്നത് പല ഷേപ്പിലുള്ളതുണ്ട്. അതിൻ്റെ എല്ലാം പോയിൻ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ പല പല ഓരോന്നുണ്ട്. റൗണ്ടിലുള്ളത് നമ്മൾ കമ്മലൊക്കെ ഉണ്ടാക്കില്ലേ, അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരൈറ്റമാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് റൂളറാണ്. അപ്പം ഇതിലോട്ട് നമ്മൾ റൗണ്ടിലാക്കിയിട്ട് അതിങ്ങോട്ട് ഇതിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും അത് അതേ ഷേപ്പിൽ വരുന്നെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടൂൾസാണ്. 4 ടൂൾസാണ് അവർ തന്നിട്ടുള്ളത്. അതും പല രീതിയിലുള്ള ടൂൾസ്. ഇത് ഏറ്റവും വലിയ ടൂളാണ്. നമുക്ക് വലിയ റൗണ്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നൊരു ടൂളാണ്. അതിൻ്റെ ഇടയിൽ ഒരു വെട്ട് പോലെ ഉണ്ട് കേട്ടോ. ആ വെട്ടിലോട്ട് നമ്മളിങ്ങനെ പേപ്പർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് റൗണ്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. തെർമോക്കോൾ പോലത്തെ ഒരു ഐറ്റമാണ്. അപ്പം ഇതിൽ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അതൊക്കെ നമുക്കിങ്ങനെ ചെയ്യാനൊക്കെ പറ്റുന്ന പോലത്തെ അതേ ഷേപ്പിലൊക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ വെച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ഈ സൈഡിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ പിന്ന് കുത്തി വെക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് നമുക്ക് എടുക്കണമെങ്കിൽ പിൻസൊക്കെ കുത്തി വെക്കാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കുന്ന ഹോൾസാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പിയില്ലേ, അത് നമുക്ക് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാൻ നേരം ഗ്രീൻ കളറിലെ കമ്പിയാണ് അവരതിൽ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അതാണത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ക്രാഫ്റ്റിനും അതിനൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഐറ്റമാണ്. ഇതിൽ കൊടുത്തേക്കുന്ന ആ റൗണ്ട് ഷേപ്പിലേത് നല്ലൊരു ഐറ്റമാണ്. നമുക്കിങ്ങനെ ഒട്ടിക്കാനും കട്ട് ചെയ്തെടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, അതിൻ്റെ അടിയിൽ വേറെ കുറേ സാധനങ്ങളുണ്ട്. അതിൽ കുറേ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് നോക്കി ചെയ്ത് അതെന്താണെന്ന് മനസ്സിലാക്കിയെടുത്താൽ മതി. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു പീക്കോക്കിൻ്റെ പടമാണ്. അത് നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ചൈനീസാണ് എഴുതി വെച്ചേക്കുന്നത്. വായിക്കാൻ അറിയാമെങ്കിൽ അത് ഇംഗ്ലീഷിലായിട്ട് എടുത്തിട്ട് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് എടുക്കുക. നിങ്ങളുടെ അതിൽ പറഞ്ഞേക്കണ പോലെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അതിൽ 3 എണ്ണം ഇപ്പം എൻ്റെ കയ്യിലുള്ളൂ. ബാക്കിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ 3 എണ്ണം ചെയ്തും കഴിഞ്ഞു. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് ആയിട്ടുള്ള ടൂളാണ്.